ഹായ്. ഈ സമീപകാലത്ത് തിയേറ്ററിലും OTTയിലും ഒക്കെ ഇറങ്ങി ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയിട്ടുള്ള ഒരു ഹിന്ദി സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു അന്യായ സിനിമ കേട്ടോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട തരത്തിലുള്ള ഒരു പക്കാ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമ. എന്തായാലും സിനിമ എംസോണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പരിഭാഷയും നടത്തിയിട്ടുണ്ട്. പരിഭാഷ നമ്പർ എന്നുള്ളത് 3306 എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഷ് ആസാദ്, സജിൻ MS എന്നിവർ ചേർന്നാണ് ആ പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സിനിമയുടെ പേരെന്ന് പറഞ്ഞേക്കാം. സിനിമയുടെ പേര് 12th ഫെയിൽ എന്നുള്ളതാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിധു വിനോദ് ചോപ്രയൊക്കെയാണ്. സിനിമ എന്താണ്, ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ എന്നൊക്കെ പറയാൻ സാധിക്കും. അതായത് ഒരു യഥാർത്ഥ വ്യക്തിയുടെ ഒരു ജീവിത കഥയാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഇനി ഈ കഥ ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് മനോജ് കുമാർ ശർമ്മ എന്നുള്ളതാണ്. ആള് ഒരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആദർശങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന, അല്ലെങ്കിൽ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ് ഞാൻ ഈ പറഞ്ഞ നായകനായിട്ടുള്ള മനോജ് എന്നുള്ളത്. എന്തായാലും അദ്ദേഹം 12th ഫെയിലും ആവുകയാണ്. പിന്നീട് ആരും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും +2 ഒക്കെ പാസ്സായിട്ട് തനിക്കൊരു IPS ഉദ്യോഗസ്ഥനായി മാറണമെന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എവിടെ പോയി ചെന്നു നിന്നു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പക്കാ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമയാണ്. ഒരു അമേസിങ് ഫിലിമാണ്. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വശം എന്നുള്ളത് ഗംഭീരമായിട്ടുള്ളൊരു കഥയും തിരക്കഥയും ഒരു മികച്ച നായകനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ കഥയൊക്കെ പറ്റി പറയുമ്പോൾ, ഇതിൻ്റെ കഥ എന്നുള്ളത് അത് ഇന്ത്യയുടെ കഥയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കഥയാണ് പറയുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പിൽ ഇന്ത്യയിലെ ആ ഒരു പൊളിറ്റിക്സ് അങ്ങനെയുള്ള വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിനുള്ളിലൂടെ പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളൊരു കാര്യം ഇന്ത്യൻ ജനതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണ്, അത് എത്രത്തോളം കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കിട്ടി വരുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് സ്റ്റോറിയിലൂടെ നരേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ആദ്യം ഇന്ന് ക്ലാപ്പും കൊടുക്കേണ്ടത്. അത്യാവശ്യം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഈ എക്സാം ടൈമിലൊക്കെ നമ്മൾ TV കാണല്ലേ, നമ്മുടെ വീട്ടുകാരൊക്കെ പറയും TV കാണരുത്, അല്ലെങ്കിൽ അവർ കേബിൾ കട്ട് ചെയ്യും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ എക്സാമിൻ്റെ ടൈമിൽ ഈ ഒരു സിനിമ ഒരു 2.5 മണിക്കൂർ നിങ്ങൾ കുട്ടികളെയൊക്കെ ഇരുത്തി കാണിക്കുകയാണെങ്കിൽ, അവർ സാധാരണഗതിയിൽ ഒരു 10 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് വെച്ചു. അവർ പിറ്റേ ദിവസം തൊട്ട്, അല്ലെങ്കിൽ ആ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തൊട്ട് ഒരു 15 മണിക്കൂറൊക്കെ അവർ പഠിക്കും. കാരണം അത്രത്തോളം അവർക്ക് ആവേശം തരുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു കാര്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് എൻകറേജ് ചെയ്യിക്കുന്ന, ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ നൽകുന്ന ഒരു സിനിമയാണ്, അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിലേതെന്നാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. കൂടാതെ തിരക്കഥ എന്നുള്ളൊരു കാര്യം പറയണം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കരുതുന്നത്, സിനിമയുടെ ഭാഗമാക്കാൻ പ്രേക്ഷകനെയും സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകനെ സിനിമയ്ക്കൊത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 0 ലാഗാണ്. നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ് ഒരൊറ്റ അടിക്ക് ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് പ്രധാനമായിട്ട് പറയേണ്ടത്, ആ തിരക്കഥയ്ക്കുള്ളിൽ ആ മനോജ് കുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ എഴുതിയ വിധമൊക്കെയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഘട്ടത്തിൽ ചെന്ന് കഴിയുമ്പോൾ, ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളും ആ മനോജായി മാറുകയാണ്. അപ്പം മനോജ് നായകൻ എന്തെങ്കിലും ഒരു ഇമോഷണലി എന്തെങ്കിലും ഒരു വികാരം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മളും അപ്പോൾ ഒന്നായി പോകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹാപ്പി വരുവാണെങ്കിൽ നമ്മൾ സന്തോഷവാനാകും. ഇനി അദ്ദേഹം കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന മൊമെൻ്റ് ഉണ്ട്, അപ്പോൾ നമുക്കും വാശിയാണ്, എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. എപ്പോഴെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തിരിച്ചടികളൊക്കെ കിട്ടും. അത് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ പണിവാളിയില്ലോ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത് ആ ഒരു തിരക്കഥയുടെ ആ ഒരു എഴുത്തിൻ്റെ മാജിക്ക് തന്നെയാണ്. കൂടാതെ പ്രകടനം എന്നുള്ളൊരു കാര്യവും പറയണം. വിക്രാന്ത് മാസി എന്ന് പറയുന്ന ആക്ടറാണ് ആ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കേവലം തിരക്കഥയുടെ മാത്രം പിൻബലം കൊണ്ടല്ല നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ട്രാവൽ ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കൊണ്ടുവന്ന് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഇൻറ്റൻസീവായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാമല്ലോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സിനിമയാണ് കാണുന്നതെന്നുള്ള ഒരു തോന്നൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മറക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അവിടെയാണ് സിനിമയുടെ വിജയം എന്നുള്ളത്. ഈ ഒരു സിനിമയിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു നടൻ അദ്ദേഹം അഭിനയിക്കുകയാണ് എന്നുള്ള നമ്മൾ ആ ഒരു സംഭവം മറന്നു പോവുകയാണ്. ശരിക്കും നമ്മൾ മനോജിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മനോജ് എന്ന് പറയുന്ന ആൾ. ആ ഒരു രീതിയിലേക്ക് പ്രേക്ഷകനെ
എത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇതിൻ്റെ അകത്തൊരു ഹീറോയിൻ ക്യാരക്ടറുണ്ട്. മേധാശങ്കറാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നൈസായിരുന്ന ഒരു കഥാപാത്രവും ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അഭിനേത്രി എന്നുള്ളതാണ് വസ്തുത. അതുപോലെ ഈ ഒരു സിനിമകളിൽ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കഥാപാത്രങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ പിന്തുണയ്ക്കാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു എനർജറ്റിക് പവറൊക്കെ കിട്ടും. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയെ പറ്റിയാണ് പറയേണ്ടത്. ഞാൻ ഒരു കാര്യവും എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും സിനിമയുടെ എല്ലാ വശങ്ങളും മികച്ച രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഛായാഗ്രഹണമാകട്ടെ, മ്യൂസിക് വർക്കാകട്ടെ, എഡിറ്റിംഗ് ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് വിനോദ് ചോപ്ര എന്ന് പറയുന്ന ഡയറക്ടറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസ് ആണല്ലോ ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അത്രത്തോളം കെയർ ചെയ്താണ് മൊത്തത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് എല്ലാ ഭാഗത്തു നിന്നും ഒരു സംതൃപ്തിയും കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണുക ഈ സിനിമയൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്ന് കണ്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഒരു മോട്ടിവേഷൻ ഫീൽ, ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേരൻ്റാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്ന് ഇരുത്തി കാണിക്കുക കേട്ടോ. കാരണം സിനിമ എന്നുള്ളത് കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധി മാത്രമല്ല എന്ന് ഇങ്ങനെയുള്ള ചില സിനിമകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമ. സോ ഒരു 8 out of 10 ആണ് നൽകുന്നത്, 10-8. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.